ഒരാഴ്ച, ഒരു വലിയ മാറ്റം. രാഹുൽ എന്ന യുവാവ് എപ്പോഴും നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങിയ ഒരാളായിരുന്നു. ചെറിയ പ്രശ്നം വന്നാലും അതിനെ വലുതായി ചിന്തിക്കും. എനിക്കൊന്നും ശരിയായി നടക്കില്ല എന്ന വിശ്വാസം അവൻ്റെ മനസ്സിൽ ഉറപ്പിക്കും. കോളേജ് കഴിഞ്ഞിട്ടും ഒരു നല്ല ജോലി കിട്ടിയില്ലെന്ന് കരുതി അവൻ നിരാശയിൽ മുങ്ങി. അവസരങ്ങൾ വന്നപ്പോഴും ഇതെനിക്കല്ല എന്ന ചിന്ത അവനെ പിന്നോട്ട് തള്ളുകയായിരുന്നു. അവന്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇത് വലിയ ആശങ്കയായി. എന്നാൽ ആരു പറഞ്ഞാലും രാഹുൽ കേൾക്കാറില്ല. എനിക്കെന്ത് കഴിയും എന്ന ചോദ്യമാണ് അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഏറെക്കാലത്തിനു ശേഷം അവന്റെ പഴയ സുഹൃത്ത് അജിത്ത് അവനെ കാണാൻ വന്നു. അജിത്ത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. രാഹുലിന്റെ മുഖത്ത് നിറഞ്ഞിരുന്ന വിഷാദം കണ്ടപ്പോൾ അവൻ സൗമ്യമായി ചോദിച്ചു, "നീ എന്താ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്?" രാഹുൽ തന്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞു. അവസരങ്ങൾ നഷ്ടമായത്, പരാജയങ്ങൾ, ഭയം, അങ്ങനെയെല്ലാം. അജിത്ത് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് ഒരു ചെറിയ നിർദ്ദേശം നൽകി. ഒരാഴ്ച മാത്രം നീ നിന്റെ ചിന്തകളെ ശ്രദ്ധിക്ക്. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ പോസിറ്റീവായി മാറ്റാൻ ശ്രമിക്ക്. ചെറിയ കാര്യങ്ങളിൽ പോലും നല്ലതിനെ കാണാൻ ശ്രമിക്ക്. രാഹുൽ ചിരിച്ചു. ഇതുകൊണ്ടൊക്കെ എന്ത് മാറ്റം വരാനാ? പക്ഷെ അജിത്തിന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാൻ തീരുമാനിച്ചു. ആദ്യ ദിവസം തന്നെ അവൻ തന്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ചെറിയ തെറ്റുണ്ടായപ്പോൾ പതിവ് പോലെ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ മനഃപൂർവ്വം അതിന് തടഞ്ഞു. ഇതൊരു പഠനമാണ്. അത് ചെറിയൊരു മാറ്റമായിരുന്നുവെങ്കിലും അവന്റെ മനസ്സിൽ ഒരു പുതിയ വാതിൽ തുറന്നതുപോലെ തോന്നി. അവൻ ഓരോ ദിവസവും തന്റെ ചെറിയ വിജയങ്ങൾ കുറിച്ചു തുടങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റത്, ഒരു ജോലി സമയത്ത് പൂർത്തിയാക്കിയത്, പുതിയൊരു കാര്യം പഠിച്ചത്, ഇവയെല്ലാം അവൻ ആഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മവിശ്വാസം പതുക്കെ വളർന്നു. ഒരു ദിവസം ഒരു കമ്പനി പുതിയ പ്രോജക്റ്റിനായി ആളെ തേടുന്ന വിവരം രാഹുലിന് ലഭിച്ചു. മുൻപായിരുന്നെങ്കിൽ അവൻ അതിനെ അവഗണിച്ചേനെ. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ ശ്രമിക്കാമെന്ന ചിന്ത അവനെ മുന്നോട്ട് നയിച്ചു. ഇന്റർവ്യൂവിനായി തയ്യാറാകുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വീണ്ടും വരാൻ തുടങ്ങി. എനിക്കിത് കഴിയില്ല എന്ന ശബ്ദം കേട്ടെങ്കിലും അവനത് മാറ്റി. ഞാൻ തയ്യാറാണ്, ഞാൻ ശ്രമിക്കും എന്നാക്കി. ഇന്റർവ്യൂ ദിവസം അവൻ ആത്മവിശ്വാസത്തോടെ എത്തി. തുടക്കത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. പക്ഷെ പോസിറ്റീവ് ചിന്തകൾ അവനെ ശാന്തനാക്കി. ഇന്റർവ്യൂവിലെ ചോദ്യങ്ങൾക്കെല്ലാം അവൻ കൃത്യമായി മറുപടി നൽകി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിച്ചു. ജോലിയിൽ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും പഴയ രാഹുലിനെ പോലെ പിന്മാറാതെ അവനതൊരു അവസരമായി കണ്ടു. ഓരോ പ്രശ്നവും ഒരു പഠനമായി കാണാൻ തുടങ്ങി. സഹപ്രവർത്തകരോട് ചോദിച്ചു പഠിച്ച് തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ടീമിലെ മികച്ച അംഗമായി മാറി. മേലധികാരികളുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ ആദരവും നേടി. ഒരിക്കൽ നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങിയിരുന്ന രാഹുൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറി. ഒരു ദിവസം അജിത്തിനെ വീണ്ടും കണ്ടപ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ പറഞ്ഞ ഒരാഴ്ച അതെന്റെ ജീവിതം തന്നെ മാറ്റി." അജിത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, "മാറ്റം അത് നിന്റെ ചിന്തകളിലാണുണ്ടായത്." അവസാനം രാഹുൽ മനസ്സിലാക്കി, ജീവിതത്തിലെ വലിയ വിജയങ്ങളെല്ലാം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന്. നെഗറ്റീവ് ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കും, പക്ഷേ പോസിറ്റീവ് ചിന്തകൾ നമ്മെ മുന്നോട്ട് നയിക്കും. നല്ലതിനെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം തന്നെ മാറും. അവന്റെ ജീവിതം ഒരു സന്ദേശമായി മാറി. പോസിറ്റീവായി ചിന്തിച്ചാൽ ജീവിതം പോസിറ്റീവായി മാറും.